ഇത് മാസ് മോട്ടോഴ്സ് ആണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണവർക്ക് ജനറലായിട്ട് സർവീസ് ചെയ്യണം, അതേപോലെ ബ്രേക്ക് കറക്റ്റായിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, വാഷിങ് വേണ്ടാന്നാണ് പറഞ്ഞിട്ട്, കഴുകുണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 1200 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളൂ. ഓയിൽ മാറ്റിയതിന് ശേഷം 1200 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. 3000 കിലോമീറ്ററായിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഏകദേശം നമുക്കൊരു 1800 കിലോമീറ്റർ കൂടി ഓടാനുണ്ട്. വണ്ടിക്ക് തീരെ ഓട്ടം കുറവാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്. ടയറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ടയറാണ്. അതേപോലെ ബ്രേക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. ഞാൻ ഈ ബാക്ക് വീലും കൂടി അഴിക്കും. നമുക്ക് ഫ്രണ്ട് വീൽ ഇപ്പോൾ നമ്മളോട് അഴിച്ച് നിർത്തിയേക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് CVT ക്ലച്ചാണ്. നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമുള്ള ഭാഗങ്ങൾ ഗ്രീസ് ചെയ്തൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഓരോ പാർട്സുകളും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്ക് ക്ലച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, 2 കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ്, മിസ്സിങ്, അങ്ങനത്തെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. കാരണം ജനറലായിട്ട് സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പം ഇല്ല. അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ്, മിസ്സിങ് കാര്യങ്ങൾ നിലവിലില്ല. ഇന്നത്തെ ദിവസം കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നിലവിൽ അതൊന്ന് തൽക്കാലം അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അതിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി അഴിച്ചതാണ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയതാണ്. വണ്ടി വന്നപ്പോൾ ഉള്ള ലൈൻഡറാണ്, നല്ല ലൈൻഡറാണ്. നമുക്ക് നിസ്സാര ഓട്ടം ഉള്ളൂ വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ ഉണ്ട്. വീൽ ബെയറിംഗ് ഒന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അതിനകത്ത് നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം. ഈ ഒരു കേബിൾ നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം കഴിഞ്ഞാൽ ഈ 2 കേബിളിൻ്റെ ലെങ്ത്ത് ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഈ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ലോഡായിട്ട് നിൽക്കാം. അപ്പോൾ എന്താ പറയുക, ഇനി അങ്ങോട്ട് പോകുന്തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഐറ്റം നമുക്ക് വീണ്ടും കേബിൾ ടൈറ്റ് ആവുക. നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ തിരിക്കണ സമയത്തൊക്കെ വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ബ്രേക്ക് ലോഡായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൈയോടെ നമുക്കത് മാറ്റി കളഞ്ഞേക്കാം കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 2023 വെച്ചേക്കണ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയർ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ട് നോക്കി, നമുക്ക് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴും ഏകദേശം നമുക്കൊരു 9-20 ആ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റണം. അത് സ്പോഞ്ച് മോട്ടറാണ്, അതിവിടെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരണമല്ലോ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ എഞ്ചിൻ ഓയിൽ കേസ് പറഞ്ഞ പോലെ നമ്മൾ നോക്കി ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ്. 1200 കിലോമീറ്ററാണ് ആകെ ഓടിയേക്കണേ. ഇനി ഒരു 1800 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഓയിൽ മാറ്റിയാൽ മതി കേട്ടോ. ഞാൻ ഈ സ്റ്റിക്കിൻ്റെ ഇവിടെ വരുന്നത് ഈ ഓറിങ് ഒരെണ്ണം മാറ്റിയിടുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇച്ചിരി ചതഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ കിടന്നാൽ ചിലപ്പോൾ ആ സൈഡിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മളതിൻ്റെ ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റ്, അതിൻ്റെ ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ, ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സർവീസിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും അതേപോലെ തന്നെ ഈ സർവീസിൻ്റേതായിട്ടുള്ള ഈ വീഡിയോസും വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. വീഡിയോ കാണാൻ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഏകദേശം ഒരു 5:30-6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും. ഇനി ഒരു പക്ഷേ നേരത്തെ തീരാണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.